This news is sponsored by പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുവാൻ പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര മഴയാണല്ലേ. മഴ എന്ന് വെച്ചാൽ പിടിച്ചാൽ കിട്ടാത്തത്ര മഴയുണ്ട്. വലിയ വലിയ ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ കുതിർന്ന് നിൽക്കുന്ന എല്ലാ മരങ്ങളും, അതുപോലെ തന്നെ മതിലുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മളുടെ ചാനലിലേക്ക് ഒരു വിളി വന്നു. അതായത് പോലീസ് സ്റ്റേഷൻ്റെ മതിൽ ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്, അതൊന്ന് എത്രയും പെട്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞ് ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അതിൻ്റെ അതോറിറ്റി ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികളെ വാർത്തയിലൂടെ അറിയിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ കടമ. അതിപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അതായത് മാള പോലീസ് സ്റ്റേഷൻ്റെ ആ റോഡ് സൈഡിലുള്ള മതിൽ ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് ഏത് സമയവും നിലം പൊത്താൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ കുറച്ച് പുല്ല് ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ പുല്ല് പിടിച്ച് നിൽക്കണതിൻ്റെ ആ ഒരു ബലത്തിലാണ് ആ മതിൽ അവിടെ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ കൂടാതെ തന്നെ അതുവഴി പോകുന്നവർക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇതിലെല്ലാത്തിലുപരിയായിട്ട് അപ്പുറത്തെ നേരെ ഫ്രണ്ടിൽ കാണുന്ന കടയിൽ വരുന്ന ആളുകൾ, ബസ് യാത്രക്കാർ, സ്കൂളിൽ പോകുന്ന ചില പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് ഈ മതിലിൻ്റെ സൈഡിലാണ് സൈക്കിളായാലും അല്ലെങ്കിൽ യാത്രക്കാരുടെ ബൈക്കുകളായാലും കൊണ്ടുപോയി വെക്കുന്നത്. ചില ആളുകളൊക്കെ മറ്റേ മഴക്കോട്ടൊക്കെ ഇട്ട് മൂടി ഭദ്രമായിട്ട് വെച്ചിട്ട് പോണ കാണാൻ സൈഡിൽ. പോലീസുകാരൻ തന്നെ ചില വണ്ടികൾ പിടിച്ചാലും ചില സമയത്ത് അവിടെ കൊണ്ടാണ് പിടാറ്. കേസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതെടുത്ത് മാറ്റി. പക്ഷെ എന്നാലും ചില വണ്ടികൾ ആ സൈഡിലാണ് കൊണ്ടുപോയിടാറ്. ഇതിലെല്ലാത്തിലുപരിയായിട്ട് ആ കടയിൽ വരുന്നവർ സ്പേസ് കാണുമ്പോൾ ആ സൈഡിലാണ് കൊണ്ടുവയ്ക്കാറ്. ഏത് സമയത്താണ് ആ മതിലിടിഞ്ഞ് ചിലപ്പോൾ അവരുടെ കാലുമ വീഴുന്ന് പറയാൻ പറ്റില്ല. അതൊന്നുമില്ലെങ്കിൽ ആരുടെ മേത്ത് വീണില്ലെങ്കിലും ആ മതിലിടിഞ്ഞാൽ നേരെ ആ റോട്ടിലേക്ക് വീഴും. അപ്പോൾ പോലീസുകാരുടെ മതിലിടിഞ്ഞു എന്നൊരു വാർത്ത കൊടുക്കണേക്ക് മുന്നേ ഈ ചെരിഞ്ഞ് നിൽക്കുന്ന മതിൽ എത്രയും പെട്ടെന്ന് വലിച്ച് കെട്ടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കുന്ന വാഹനങ്ങളുടെ ദേഹത്തോ അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന ആളുകളുടെ ദേഹത്തോ ഇത് വീഴാണ്ടിരിക്കാനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതുവഴി പോയപ്പോൾ ആദ്യം ഇതുപോലെ ഒരു കോള് വന്ന് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം മഴ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ശരിക്കും ചെരിഞ്ഞിട്ടുണ്ട്, ശരിക്കും ചെരിഞ്ഞ് ഇതിങ്ങനെ നിൽക്കണത്. അപ്പോൾ ആ ചരിവൊന്ന് പെട്ടെന്ന് മാറ്റണം, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടക്കാരാണ് നമ്മളോട് എപ്പോഴും പരാതി പറയുന്നത്, ഒരു വാർത്ത കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവിടെ വരുന്നവരെ ഈ സാധനം വന്ന് കാലുമ വീണ് കഴിഞ്ഞാൽ പണിയാണ്. ആ സമയത്ത് ചിലപ്പോൾ ആരും തന്നെ അവരെ നോക്കാനുണ്ടായെന്ന് വരൂലേ. അപ്പോൾ അപകടം സംഭവിക്കുന്നതിന് മുന്നേ അതൊന്ന് വലിച്ചു നിർത്താനോ നേരെ ആക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അതോറിറ്റികൾ ആരാണോ, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, പോലീസിൻ്റെ ആളുകളാണെങ്കിൽ അങ്ങനെ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്നാണ്. കാരണം ആ തൊട്ടപ്പുറത്തുള്ള കടക്കാരൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് ചിലപ്പോൾ റോട്ടിലേക്ക് വീഴും. ഞാൻ പറഞ്ഞില്ലേ, അവിടെ വാഹനങ്ങൾ കൊണ്ട് വെക്കുന്നുണ്ട്, ആളുകൾ വന്ന് നിൽക്കാറുണ്ട്, എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കഷ്ടപ്പാടുള്ളവൻ്റെ കാലുമേരിക്കുള്ളിൽ ചിലപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത്. അതില്ലാതെ എത്രയും പെട്ടെന്ന് അതൊന്ന് വലിച്ച് കെട്ടാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം. അതിൻ്റെ അതോറിറ്റി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. താങ്ക് യു. പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുവാൻ പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. നല്ല നാടൻ താറാവും നാടൻ കോഴിയും കാട, മുയൽ, ബീഫ്, മട്ടൻ ഇതെല്ലാം ഇളന്തിക്കരയിലുള്ള പുളിക്കൽ മീറ്റ് സെന്ററിൽ ലഭ്യമാണ്. ഇറച്ചിക്കോഴികളും നാടൻ താറാവും ഹോൾസെയിൽ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. ഫോൺ നമ്പർ 9747474000. മറ്റൊരു നമ്പർ 9446487539. പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര.